നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഇതുവരെ 8 മരണം, 8 പേരെ കാണാതായി. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. വെള്ളമിറങ്ങിത്തുടങ്ങിയ റാന്നിയിലും ആറന്മുളയിലും ശുചീകരണം. വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും പലയിടത്തും വെള്ളക്കെട്ട്. കണ്ണൂരിലും പത്തനംതിട്ടയിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ദുരന്ത നിവാരണത്തിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് CPM. വികസിത ഭാരതത്തിനായി ശാരീരിക മാനസിക ക്ഷമതയുള്ള യുവത്വം അനിവാര്യമെന്നത് നശാമുക്ത് യുവ ഭോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാൻ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. 10,000-ലേറെ കേന്ദ്രങ്ങളിൽ നിന്നും യുവാക്കൾ ഓൺലൈനായി പങ്കെടുത്തു. ചടങ്ങ് തത്സമയം വീക്ഷിച്ച് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ഫരീദാബാദ് അമൃത ആശുപത്രിയിലെ ചടങ്ങിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കണ്ണൂരിൽ മുൻ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചുവെന്ന കേസിൽ തുടരന്വേഷണത്തിന് തീരുമാനം. സർക്കാർ തീരുമാനം പ്രതികളായ KSU പ്രവർത്തകർ നൽകിയ പരാതിയിൽ SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും. ഉത്തരവ് നാളെ ഇറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതന്റെ അവധി അപേക്ഷയിൽ തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്കുണ്ടായ ഗുരുതര വീഴ്ച. ഉത്തരവിറക്കിയത് വകുപ്പ് മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശം മറികടന്ന്. നാളെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. പഴയ സർക്കാരിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉദ്യോഗസ്ഥ സംവിധാനത്തിലുണ്ടെന്ന് മന്ത്രി K മുരളീധരൻ. ഇറാന് നേരെ നടത്താനിരുന്ന വ്യോമാക്രമണം റദ്ദാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ്. സമാധാന കരാറിൽ ഏകദേശ ധാരണയായെന്നും വിശദീകരണം. ട്രംപുമായി സംസാരിച്ച് സൗദി കിരീടാവകാശി. ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഹമാസ് വെടിനിർത്താൻ സമ്മതിച്ച ശേഷവും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. അവസാന ദിനം ഇന്ത്യക്ക് ജൂഡോയിലും ട്രാക്ക് സൈക്ലിംഗിലും മത്സരങ്ങൾ. മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. സമാപന ചടങ്ങുകൾ രാത്രി 1:30 മുതൽ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മഴക്കെടുതിയിൽ മൊത്തം 8 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തും. ആതിര, മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ള അറിയിപ്പുകളൊക്കെ രാവിലെ മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. ഈ മാറ്റം എങ്ങനെയൊക്കെയാണ്? ഒപ്പം എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്? 8 പേരെ കാണാതായിട്ടുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണോ? ഒപ്പം പരിക്കേറ്റത് എത്ര പേർക്ക്? മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ, വിവരങ്ങൾ. അശ്വതി, സംസ്ഥാനത്ത് ഇന്നും കൂടി അതിതീവ്ര മഴ തുടരും എന്നുള്ളൊരു നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ന് നേരത്തെ വരെ രാവിലെ ഒരു ഉച്ചവരെയൊക്കെ തന്നെ ഈ മഴയുടെ അലർട്ടിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം മഴയുടെ ഒരു തീവ്രത കണക്കിലെടുത്തുകൊണ്ട് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. പല ജില്ലകളിലും മഴ ചെറിയ രീതിയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും തീവ്ര മഴ ഇന്നും കൂടി തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് നൽകുന്നൊരു നിർദ്ദേശം. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലുമൊക്കെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. പ്രധാനമായും ഈ തീരദേശ മേഖലകളിൽ മത്സ്യബന്ധനത്തിനൊക്കെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്താണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തീരദേശവാസികൾ ഉൾപ്പെടെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കുമുള്ള സാധ്യതയൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതത് വകുപ്പ് മന്ത്രിമാർ അതത് ജില്ലകളിൽ തന്നെ ക്യാമ്പ് ചെയ്ത് നിലവിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പലയിടത്തും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഈ മലയോര മേഖലകളിൽ ഉൾപ്പെടെ താമസിക്കുന്നവർ കൃത്യമായ രീതിയിൽ അധികാരികളുടെ അറിയിപ്പ് അനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ അത്തരത്തിൽ കുടുംബങ്ങളെ ഉൾപ്പെടെ മാറ്റി പാർപ്പിക്കുന്നൊരു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്.
കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായ രീതിയിൽ പാലിക്കണം എന്നുള്ളതാണ്. കാരണം മണിക്കൂറിൽ ഏകദേശം 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ളൊരു സാധ്യതയുൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരച്ചുവട്ടിലൊന്നും ഈ മഴ കൊള്ളുന്ന സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത് മരച്ചുവട്ടുകളിൽ ഉൾപ്പെടെ നിൽക്കരുത് എന്ന നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഈ തോടുകൾ, കുളങ്ങൾ, അതുപോലെ തന്നെ നദികളിൽ ഉൾപ്പെടെയുള്ളവരെ ഇറങ്ങരുത് എന്നും അവിടെ കുളിക്കാനായിട്ടൊന്നും ഇറങ്ങരുത് എന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ മഴ തുടരും. ഏകദേശം ഇന്നോടുകൂടി തീവ്രമഴ അവസാനിക്കുമെന്നുള്ളതാണ് അറിയിപ്പ്. അടുത്ത ദിവസങ്ങളിൽ മഴയ്ക്ക് ചെറിയ രീതിയിലുള്ള ഒരു കുറവുണ്ടാവും. പക്ഷേ വീണ്ടും 5ഉം 6ഉം തീയതികളിൽ മഴ കൂടുതൽ തീവ്രമാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇതിനു ശേഷം വീണ്ടും മഴ മുന്നറിയിപ്പിൽ മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കൃത്യമായ രീതിയിൽ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക, എല്ലാവരും സുരക്ഷിതമായിരിക്കുക എന്ന നിർദ്ദേശമാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശരി ആതിര, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ആതിര നൽകിയത്. സംസ്ഥാനത്ത് കനത്ത മഴയും കടലാക്രമണവും ഉരുൾപൊട്ടലും വിതച്ച അതിരൂക്ഷമായ സാഹചര്യങ്ങളിൽ നേരിട്ടിറങ്ങി ഇടപെടാനും ദുരന്തബാധിതരെ സഹായിക്കാനും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തയ്യാറാകണമെന്ന് CPM. കേരളത്തിലെ സ്ഥിതിഗതികൾ ഗൗരവതരമായി തുടരുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലെത്താതെ ഓഫീസിൽ നിന്നുമുള്ള ബ്രീഫിംഗിലേക്ക് ഒതുങ്ങുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് നിസ്സംഗത നിറഞ്ഞതാണെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ വിമർശിച്ചു. കേരള സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്തുവെന്ന വിമർശനവും ഗൗരവമുള്ളതാണെന്നും CPM ചൂണ്ടിക്കാട്ടുന്നു. ജനം ദുരിതമനുഭവിക്കുമ്പോൾ വിരുന്നിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ പൊതുസമൂഹത്തിൽ കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്നും CPM കൂട്ടിച്ചേർക്കുന്നു. കൃത്യസമയത്ത് അലർട്ടുകൾ നൽകുന്നതിലും ദുരന്ത സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിലും വലിയ അനാസ്ഥയാണ് സംഭവിച്ചിട്ടുള്ളതെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട പ്രഥമ കടമ മറന്ന് മന്ത്രിമാർക്ക് ചുമതല നൽകി മാറി നിൽക്കാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി മുന്നിട്ടിറങ്ങണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM-ഉം ആവശ്യപ്പെട്ടു. പത്തനംതിട്ട ആറന്മുളയും പരിസര പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ. ആറന്മുള മണ്ഡലത്തിൽ മാത്രം 22ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. എന്നാൽ നിരവധി സ്ഥലങ്ങളിൽ സഹായം പോലും ലഭിക്കാതെ ഇപ്പോഴും ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. വൈദ്യുതിയോ ഭക്ഷണമോ ഇല്ലാത്തതിനാൽ പലയിടത്തും ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതേസമയം ഇന്നലെ പ്രളയം നാശം വിതച്ച റാന്നിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കനത്ത മഴയും വിവിധ മേഖലകളിലെ പ്രളയവും കണക്കിലെടുത്ത് പത്തനംതിട്ട ജില്ലയിലെ അങ്കണവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകളും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമില്ല. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ് ചേർന്നു. കണ്ണൻ, നമുക്കറിയാം കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ വലിയ മഴക്കെടുതി, വലിയ നാശമാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും റാന്നി, ആറന്മുള. റാന്നിയിലൊക്കെ പല വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്, വ്യാപാരികൾ പറയുന്നതൊക്കെ കേട്ടതാണ്. ഇന്നിപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? ഒപ്പം ആറന്മുളയിലെ സാഹചര്യം രൂക്ഷമായി തുടരുകയാണ്. വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. പല വീടുകളിലും വെള്ളം കയറിയ സാഹചര്യമുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പത്തനംതിട്ടയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. അതെ അശ്വതി, കഴിഞ്ഞ ദിവസം റാന്നി വലിയ രീതിയിൽ ദുരിതത്തിൽ ആയ ഒരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് മഴ മാറി നിന്നതോടെ ഈ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയായ റാന്നിയിൽ നിന്നും ഈ പ്രളയജലം താഴേക്ക് ഇറങ്ങി തുടങ്ങി. മിക്ക സ്ഥലങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും മാറിയിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങളും ഇന്ന് ആരംഭിച്ചു. എന്നാൽ നേരെ മറിച്ച് ഈ പമ്പയുടെ തീരങ്ങളിൽ ആറന്മുള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മറിച്ചാണ് സംഭവം. കാരണം അവിടെയൊക്കെ ഈ പ്രളയജലം എത്തി കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. വളരെ സാവധാനമാണ് ഇവിടെ നിന്നും ഒഴുകി പോകുന്നത്. ആറന്മുളയും അപ്പർ കുട്ടനാടും ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രളയജലം കെട്ടിക്കിടക്കുകയാണ്. പൂർണ്ണമായും പല വീടുകളും വെള്ളത്തിന് ഉള്ളിലായിട്ടുണ്ട്. ഏതാണ്ട് 22ഓളം ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ആറന്മുളയിൽ. ഇവിടങ്ങളിലായി 1600ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളും ഇപ്പോഴും ഒറ്റപ്പെട്ട നിലയിൽ തുടരുകയാണ്. ഇവിടങ്ങളിലൊക്കെ സഹായം എത്തിക്കുന്നില്ല എന്നൊരു ആക്ഷേപം പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ക്യാമ്പുകളിൽ ഉൾപ്പെടെ ആളുകളെ എത്തിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടാതെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായുള്ള ഒരു പരാതിയൊക്കെ ആറന്മുളയിലുണ്ട്. അതിൽ ഈ ആറന്മുളയിലെ സ്ഥിതി കഴിഞ്ഞ ദിവസം തന്നെ അവിടുത്തെ MLA പറഞ്ഞിരുന്നു,
കൃത്യമായ ഒരു ശ്രദ്ധ ആറന്മുളയ്ക്ക് നേരത്തെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വീഴ്ച വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടുത്തെ MLA അബിൻ വർക്കി ഉന്നയിച്ചിരുന്നു. അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മിക്ക സ്ഥലങ്ങളിലും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. മിക്ക റോഡുകളും വെള്ളത്തിനടിയിലായതോടെ പല സ്ഥലങ്ങളിലും ഗതാഗതം ഉൾപ്പെടെ താറുമാറായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ ഇങ്ങോട്ട് ഈ മണിക്കൂർ വരെയും ഇവിടങ്ങളിലൊന്നും വൈദ്യുതി ലഭ്യമായിട്ടില്ല. അതൊക്കെ വലിയ രീതിയിൽ ആളുകളുടെ ഒരു പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ആറന്മുള ഭാഗത്തു നിന്നും വെള്ളം താഴേക്ക് ഇറങ്ങാൻ ഏതാണ്ട് 1-2 ദിവസം എടുക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. കാരണം അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് വെള്ളം കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. റാന്നിയിലെ അടക്കമുള്ള ഭൂപ്രകൃതി വേഗം ജലം പുറത്തേക്ക് ഒഴുകുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതുകൊണ്ടാണ് റാന്നിയിൽ വളരെ വേഗം ജലം താഴേക്ക് പോയത്. എന്നാൽ ഈ പ്രളയജലം എല്ലാം കൂടി ആറന്മുളയിലേക്ക് എത്തിയതോടെ പല വീടുകളും വെള്ളത്തിന് അടിയിലായി. ഇന്നലെ രാത്രിയിൽ പോലും നേരത്തെ പലരോടും ക്യാമ്പുകളിലേക്ക് മാറാൻ പറഞ്ഞെങ്കിലും അവർ ഇത്തരത്തിൽ വെള്ളം കയറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ 2018 പ്രളയത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഈ ആറന്മുളയിലെ പല ഭാഗങ്ങളും വെള്ളത്തിന് അടിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടങ്ങളിൽ നിന്നൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഏറെ പേരെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്നെങ്കിലും ഇപ്പോഴും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ് തുടരുന്നത്. അശ്വതി. ശരി കണ്ണൻ. പത്തനംതിട്ട ആറന്മുളയും പരിസര പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. ആറന്മുള മണ്ഡലത്തിൽ മാത്രം 22ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. റാന്നിയിൽ പക്ഷേ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതൊരു ആശ്വാസ വാർത്തയാണ്. കനത്ത മഴയും വിവിധ മേഖലകളിലെ പ്രളയവും കണക്കിലെടുത്ത് പത്തനംതിട്ട ജില്ലയിലെ അംഗൻവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. വിവരങ്ങളാണ് കണ്ണൻ ദേവ് പത്തനംതിട്ടയിൽ നിന്നും നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ ആവശ്യമായ ക്രമീകരണം നേരത്തെ നടത്തിയതായി പത്തനംതിട്ട ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി PC വിഷ്ണുനാഥ്. ആറന്മുളയ്ക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടിയില്ല എന്ന് അബിൻ വർക്കി MLA പറഞ്ഞതിനെ ഗൗരവത്തോടെ കാണുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന വിവാദങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയുമെന്നും രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്കുള്ള സമയമല്ല ഇതെന്നും മന്ത്രി പ്രതികരിച്ചു. ഇന്നലെ രാത്രിയിൽ വലിയ ആശങ്കയിലായിരുന്നു നമ്മളെല്ലാവരും. പല കാരണങ്ങൾ അതിനുണ്ടായിരുന്നു. ഒന്ന്, വൈകുന്നേരം വളരെ വലിയ തോതിൽ നിർത്താതെ പെയ്ത മഴ, നദിയിലെ ജലനിരപ്പ് ഉയർന്നു. മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള ഒരു ബോട്ട് സംഘവും റാന്നിയിലും, ഒരു ബോട്ട് തിരുവല്ലയിലും, 2 ബോട്ടുകൾ ആറന്മുളയിലും അവരെ നമ്മൾ ഇതിന്റെ തൊട്ടുപിറകിൽ തന്നെ താമസിപ്പിച്ച് രാത്രിയിൽ ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള ഒരു കരുതൽ എടുത്തിരുന്നു. ഈ ആറന്മുളയുടെ ഒരു പ്രത്യേക ജോഗ്രാഫിക്കലായിട്ടുള്ള കാര്യം പരിശോധിച്ചാൽ ഇവിടെ വെള്ളം ഇറങ്ങാനും 1.5-2 ദിവസം താമസം എടുക്കും. ആറന്മുളയിലെ സ്ഥിതി ഗുരുതരമാണെന്ന് MLA അബിൻ വർക്കി. പ്രളയത്തിന്റെ തുടക്കത്തിൽ തന്നെ ആറന്മുളയ്ക്ക് വേണ്ട ശ്രദ്ധ കിട്ടേണ്ടിയിരുന്നു. മറ്റിടങ്ങളിലെ പോലെ കെട്ടിക്കിടക്കുന്ന വെള്ളം വേഗം ഒഴുകിപ്പോകുന്ന ഭൂപ്രകൃതിയല്ല ആറന്മുളയിലേതെന്നും നിലവിൽ ക്യാമ്പുകളടക്കം സജ്ജീകരിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. സമാനതകളില്ലാത്ത വലിയ ദുരന്തമാണ് ആറന്മുള നേരിട്ടത്. കാരണം അപ്രതീക്ഷിതമായി ഒരു വലിയ ദുരന്തം നേരിട്ടതിന്റെ വലിയ ഞെട്ടലിലാണ് ആറന്മുളയുള്ളത്. റാന്നിയിലുണ്ടായ ഒരു അതിതീവ്ര മഴ, ആ അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ പ്രതിഫലനം അനുഭവിച്ചത് ആറന്മുളയാണ്. അവിടെ ഉണ്ടായ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് പമ്പയാറ്റിലൂടെയാണ്. ആ പമ്പയാറ് ആദ്യം കരകവിയുന്നത് ആറന്മുളയിലാണ്. റാന്നിയിൽ കുറയുന്നതനുസരിച്ച് വെള്ളം ആറന്മുളയിൽ കൂടും. ആറന്മുളയുടെ പ്രദേശത്ത് എല്ലാ പ്രദേശങ്ങളിലും ഇന്നലെ രാത്രിയോടുകൂടി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. വലിയ ദുരന്തത്തെയാണ് ആറന്മുള നേരിടുന്നത്. മഴ ശമിച്ചതോടെ കോട്ടയം ജില്ലയിലെ ഭീതി അകലുന്നു. കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നതിനൊപ്പം പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. കോട്ടയം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി തുടങ്ങി. ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ശനിയാഴ്ച രാത്രിയിലും കോട്ടയം ജില്ലയിൽ മഴ ശക്തമായിരുന്നെങ്കിലും പുലർച്ചെയോടെ മഴയുടെ ശക്തി കുറഞ്ഞു. മണിക്കൂറുകൾ തുടർച്ചയായി മഴ മാറി നിന്നതോടെ കിഴക്കൻ മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീതിയും മാറി. ജില്ലയിലെ 28 വില്ലേജുകളെ മഴക്കെടുതികൾ രൂക്ഷമായി ബാധിച്ചു എന്നാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക്. നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ റവന്യൂ വകുപ്പ് ശേഖരിച്ചു വരികയാണ്. അതേസമയം കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയതോടെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. കോട്ടയം, ഏറ്റുമാനൂർ നഗരസഭകളുടെയും അയർക്കുന്നം, ആർപ്പുകര, ഐമനം, തിരുവാർപ്പ്, കുമരകം പഞ്ചായത്തുകളുടെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി.
കോട്ടയം കുമരകം റോഡിൽ അടക്കം വെള്ളം കയറിയത് ഗതാഗതത്തിന് വെല്ലുവിളിയായി മാറി. അങ്ങോട്ട് വെള്ളം ഈ ആമ്പക്കുഴി റൗണ്ട് തീരുന്നിടം വരെ ഉണ്ട്. പിന്നെ അപ്പുറത്തോട്ട് കുമരത്തെ ഭാഗത്തോട്ട് വലിയ വെള്ളം ഇല്ല. വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ഇതിപ്പം പടിഞ്ഞാറ് അങ്ങോട്ടുള്ള മേഖല മുഴുവൻ വെള്ളത്തിലായി. പിന്നെ റോഡുകളിലുള്ള വെള്ളത്തിൻ്റെ കെട്ട് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് വാഹനങ്ങളൊക്കെ. വെള്ളം കയറിയതിനെ തുടർന്ന് ഈ മേഖലയിൽ നിന്നും നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി. ക്യാമ്പുകളിലേക്ക് മാറാതെ വെള്ളം കയറിയ വീടുകളിൽ തന്നെ കഴിയുന്നവരും നിരവധിയുണ്ട്. ഇവിടെ തന്നെ എല്ലാം പൊക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ 2-3 ദിവസം കണ്ട് ഇറങ്ങുമല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ. നല്ല വെള്ളം വരുവാണെങ്കിൽ പോവും. ഞങ്ങളുടെ വീടുകളിനകത്തിപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും വെള്ളപ്പൊക്കത്തിന്റെ എണ്ണവും വ്യാപ്തിയും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വേമ്പനാട്ട് കായലിന്റെയും ജില്ലയിലെ വിവിധ ആറുകളുടെയും ആഴം വർദ്ധിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഒന്ന്, മീനച്ചിലാറ്റിൽ യാതൊരുവിധ ഒരു 2-2.5 പതിറ്റാണ്ടായിട്ട് ചെളി അളിഞ്ഞുകൂടി കിടക്കുകയാണ്. ഒട്ടും ആഴം കൂട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം, വേമ്പനാട് കായൽ ഡ്രഡ്ജ് ചെയ്തിട്ട് വർഷങ്ങളായി. ഒരു കാരണവശാലും അവിടെ ഡ്രഡ്ജ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു വേനൽക്കാലത്ത് വേമ്പനാട് കായൽ വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് കാണാം, നിലം കാണാം. ആ ഒരവസ്ഥയാണ്. കോട്ടയം താലൂക്കിൽ മാത്രം 15 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താലൂക്കിലെ വിവിധ ക്യാമ്പുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആളുകൾക്കുള്ള പ്രയാസങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയും പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സർവീസ് മൈൻഡഡായിട്ട് നമുക്ക് നിൽക്കണം. കുട്ടികളും കുടുംബവും സ്ത്രീകളും എല്ലാവരും അടങ്ങുന്ന ഒരു സമൂഹമാണ് ഇവിടെ വരുന്നത്. അവർക്കൊരു വിഷമവുമില്ലാത്ത വിധത്തിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടത് അവരെ പരിപാലിക്കാനിടയാവട്ടെ. ജില്ലയിൽ ആകെ 35 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. 900ഓളം പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ഏതാനും മണിക്കൂറുകളായി മഴ മാറി നിൽക്കുമ്പോൾ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകൾ ആശ്വാസത്തിന്റെ വെള്ളിവെളിച്ചം കണ്ടു തുടങ്ങി. അതേസമയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി മാറ്റുകയാണ്. കോട്ടയത്തു നിന്നും ക്യാമറമാൻ ജിതുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. കൂത്തുപറമ്പിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെയുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ റാഫ്റ്റിംഗ് പരിശീലകനായ തിരുവനന്തപുരം സ്വദേശി രാജേഷ് തേങ്ങ ശേഖരിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മണത്തള സ്വദേശി ഹനീഫ് എന്നിവരെ കണ്ടെത്താനായില്ല. മലപ്പുറം മഞ്ചേരിയിൽ നീന്തുന്നതിനിടെ യുവാവ് കുളത്തിൽ മുങ്ങി മരിച്ചു. കരിക്കാട് സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. പേരിയ നെടുംപൊയിൽ ചുരത്തിൽ വീണ്ടും മണ്ണിടിഞ്ഞു. മലപ്പുറത്ത് ചാലിയാർ കരകവിഞ്ഞ് ഒഴുകി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വാഴക്കാട്, വാഴയൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. വാഴയൂർ പഞ്ചായത്തിൽ 10ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. 5 തെങ്ങ് സ്വദേശിയായ ഫ്രീമോന്റെ മൃതദേഹം കണ്ണാന്തുറയിൽ നിന്നും രാവിലെ കണ്ടെടുത്തിരുന്നു. അപകടത്തിൽപ്പെട്ട ഷിജിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ചേർന്ന 3 ബോട്ടുകളിലാണ് തിരച്ചിൽ തുടരുന്നത്. തിരച്ചിലിന് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമാക്കിയിരിക്കുകയാണ്. 5 തെങ്ങ് സ്വദേശിയായ ഫ്രീമോന്റെ മൃതദേഹമാണ് കണ്ണാന്തുറയിൽ നിന്നും കണ്ടെത്തിയത്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ രാത്രി താൽക്കാലികമായി നിർത്തിവെച്ച തിരച്ചിൽ ഇന്ന് രാവിലെ വീണ്ടും ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ രാവിലെ 7:30യോടെ തീരത്തടിഞ്ഞ നിലയിൽ ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അപകടത്തിൽ കാണാതായ ഷിജിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. എന്നാൽ തിരച്ചിലിന് മതിയായ സംവിധാനങ്ങളില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നിരന്തരമായിട്ട്, കാരണം ഇത് മുതലപ്പൊഴി തുടങ്ങിയ കാലം മുതൽ 2003 തുടങ്ങിയ കാലം മുതൽ ഇതുവരെ ചുമ്മാ തുടർന്ന അപകടങ്ങളല്ലാതെ അതിനൊരു പരിഹാരം കാണുന്നുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് പല മന്ത്രിമാർക്കടുത്തും പല ഉദ്യോഗസ്ഥന്മാർക്കടുത്തും നിരന്തരമായിട്ട് ഫെഡറേഷൻ, കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ ബദലിൽ ഞങ്ങൾ അപേക്ഷകൾ കൊടുക്കുക, പരാതികൾ കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇതുവരെയും പ്രത്യേകിച്ച് മുതലപ്പൊഴിയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ, ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് മുതലപ്പൊഴി. ശനിയാഴ്ച 9:30 ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. ആ സമയത്ത് പോലും ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ മരണം അവിടെ സംഭവിക്കില്ലായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവന്ന വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് അപകടത്തിലായത്. വള്ളത്തിലുണ്ടായിരുന്ന ജോസ്, സ്മിത്ത് എന്നിവർ സുരക്ഷിതരായി രക്ഷപ്പെട്ടിരുന്നു. തിരയിൽപ്പെട്ട വള്ളത്തിൽ നിന്നും ഷിജിൻ കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഷിജിനെ രക്ഷപ്പെടുത്താൻ ഫ്രീമോൻ കടലിലേക്ക് ചാടി. ഇവർ നീന്തി പെരുമാതുറ ഭാഗത്തെ പുലിമുട്ടിലെത്തിയെങ്കിലും പെട്ടെന്നുണ്ടായ ശക്തമായ തിരമാലയിൽപ്പെട്ട് ഇരുവരെയും കാണാതായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടക്കേ ഇന്ത്യയിൽ കനത്ത മഴ. മൺസൂൺ ശക്തി പ്രാപിച്ചു. ബംഗാൾ തീരത്ത് തുടർച്ചയായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദപാത്തികൾ ശക്തി പ്രാപിക്കുന്നതാണ് കനത്ത മഴ
പെയ്യുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കൊങ്കൺ തീരങ്ങളിൽ വ്യാപക മഴയാണ്. ഓഗസ്റ്റ് 5 വരെ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. ഛത്തീസ്ഗഡിൽ പ്രളയക്കെടുതി രൂക്ഷമാണ്. 50ഓളം വീടുകൾ തകർന്നു. അസമിൽ പ്രളയക്കെടുതിയിൽ മരണം 82ആയി. വിഭാഗീയത രൂക്ഷമായ പയ്യന്നൂരിൽ കടുത്ത നടപടിയുമായി CPM. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനം. ചുമതല അഡ്ഹോക് കമ്മിറ്റിക്ക് കൈമാറാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായി. ധൻരാജ് ഫണ്ട് തട്ടിപ്പ് വിവാദവും തെരഞ്ഞെടുപ്പ് പരാജയവും പ്രത്യേക അന്വേഷണ സമിതി വിലയിരുത്തി. ധൻരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണവും പയ്യന്നൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി എന്നിവയ്ക്ക് പിന്നാലെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി കടുത്ത നടപടിക്കൊരുങ്ങുകയാണ്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിക്കാനാണ് തീരുമാനം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ P. ഹരീന്ദ്രനെ താൽക്കാലിക ഏരിയ സെക്രട്ടറിയായി നിയോഗിക്കും. ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിലും കടുത്ത നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം ചേർന്ന CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. V. കുഞ്ഞികൃഷ്ണൻ ഉയർത്തിവിട്ട ഫണ്ട് തട്ടിപ്പ് ആരോപണവും സ്ഥാനാർത്ഥിത്വവും ഉജ്ജ്വല വിജയവും സംസ്ഥാനത്തൊട്ടാകെ ചർച്ചയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വൈകിയെങ്കിലും പാർട്ടി നേതൃത്വം തിരുത്തൽ നടപടിയിലേക്ക് കടക്കുന്നത്. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ നേരത്തെ CPM 2 അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. അവരുടെ കൂടി കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രക്തസാക്ഷി ധൻരാജ് കേസിൽ വിധി വരുന്നതിന് മുമ്പ് പാർട്ടിയെ സജ്ജമാക്കാൻ സാധിച്ചില്ലെങ്കിൽ തിരിച്ചുവരവ് അസാധ്യമാകുമെന്ന വിലയിരുത്തലിലാണ് CPM. പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണൂരിലെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും വോട്ട് ചോർന്നതും വിമത സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പയ്യന്നൂരിൽ ഉൾപ്പെടെ സമ്പൂർണ്ണ ശുദ്ധീകരണത്തിനാണ് CPM തയ്യാറെടുക്കുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. ലഹരിക്കെതിരെ ദേശീയ തലത്തിൽ യുവജന മുന്നേറ്റ പദ്ധതിയായ നശാമുക്തി യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരി കേവലം ശരീരത്തെ മാത്രമല്ല കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും സ്വപ്നങ്ങൾ തകർക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഉൾപ്പെടെ ആത്മീയ ഗുരുക്കളുടെ ആശീർവാദത്തോടെ രാജ്യത്തെ ലഹരി മുക്തമാക്കാനും ആകുമെന്ന് ഫരീദാബാദ് അമൃത ആശുപത്രിയിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ലക്ഷക്കണക്കിന് യുവജനങ്ങൾ ഒരുമിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് തുടക്കമായത്. ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും യുവാക്കളെ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളുടെ അംബാസഡർമാരാക്കി മാറ്റുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ള യുവത്വം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരി കേവലം ഒരാളുടെ ശരീരത്തെ മാത്രമല്ല കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും സ്വപ്നങ്ങൾ തകർക്കും. ലഹരി ഉപേക്ഷിച്ചു വരുന്നവർക്ക് പിന്തുണയും അവസരവും നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ के लिए नशा मुक्त युवा, इस मूवमेंट का नाम ही इसके संकल्प को स्पष्ट करता है. ആരോഗ്യമുള്ള ജനത, ശക്തമായ സമൂഹവും രാജ്യവും കെട്ടിപ്പടുക്കുമെന്ന് ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. അമ്മ ഉൾപ്പെടെ ആത്മീയ ഗുരുക്കളുടെ ആശീർവാദത്തോടെ രാജ്യത്തെ ലഹരി മുക്തമാക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. आध्यात्मिक संगठनों के गुरु जैसे माता अमृतानंदमयी मठ से पूजनीय अम्मा जी, आर्ट ऑफ लिविंग से पूज्य श्री श्री रविशंकर जी, हार्टफुलनेस से श्रद्धेय दाजी जी, अनेक स्पिरिचुअल ऑर्गेनाइजेशन के पूजनीय गुरुजन आपके बीच में उपस्थित है. ഫരീദാബാദ് അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ സ്വാമി നിജാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. क्योंकि दूसरी बाहर से जो क्षति पहुंचती है that you can overcome also, but ये जो आंतरिक क्षति जो समाज को और युवा वर्ग को खास तौर पे अगर वो ही इससे ग्रस्त हो जाए तो भविष्य क्या होगा. യുവജനകാര്യ മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ പല്ലവി ജെയിൻ ഗോവിൽ, അഡീഷണൽ സെക്രട്ടറി നിതേഷ് കുമാർ മിശ്ര, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സഞ്ജീവ് കുമാർ സിംഗ്, അമൃത ആശുപത്രിയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഭാരതത്തെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന
നശാമുക്ത് ഭാരത് ക്യാമ്പയിനിൽ എടപ്പാൾ കുറ്റിപ്പാല അമൃതാനന്ദമയി മഠവും പങ്കാളിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധന വലിയ സ്ക്രീനിലൂടെ കണ്ട് ലഹരി വിമുക്ത പ്രതിജ്ഞയുമെടുത്താണ് കുട്ടികളടക്കമുള്ള ഭക്തർ ക്യാമ്പയിനിൽ പങ്കാളികളായത്. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയം ഭാരതത്തിലെ വിവിധ സംഘടനകളുടെ സഹകരണത്തോടുകൂടിയാണ് നശാമുക്ത് ഭാരത് എന്ന ലഹരി വിരുദ്ധ ദേശീയ ക്യാമ്പയിൻ നടത്തുന്നത്. എടപ്പാൾ കുറ്റിപ്പാല ശ്രീ മാതാ അമൃതാനന്ദമയി മഠവും ക്യാമ്പയിനിൽ പങ്കാളികളായി. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധന വലിയ സ്ക്രീനിൽ ആശ്രമത്തിൽ സംപ്രേഷണം ചെയ്തു. താനൂർ മാതാ അമൃതാനന്ദമയി ആശ്രമ മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണയുടെ നേതൃത്വത്തിലായിരുന്നു കുറ്റിപ്പാല ആശ്രമത്തിൽ പരിപാടികൾ നടന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടതിനു ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. ഒരു തരത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിനായി ദോഷകരമോ ലഹരി ഉണ്ടാക്കുന്നതോ ആയ ഒരു വസ്തുവും ഞാൻ ഉപയോഗിക്കില്ല. യുവാക്കൾ ലഹരിക്ക് അടിമപ്പെടാതെ ഭാരതത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കണമെന്ന് സ്വാമിനി അതുല്യാമൃത പ്രാണ പറഞ്ഞു. എല്ലാ മക്കളും ശുദ്ധരാണ്, നിഷ്കളങ്കരാണ്. നമ്മുടെ അവരെ തിരിച്ചു നീക്കി സ്വർണ്ണ പാത്രങ്ങളാക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. ചാവുകൊണ്ടിരിക്കുക, കണ്ണും മനസ്സും എല്ലാം എപ്പോഴും തുറന്നു വെച്ചുകൊണ്ടിരിക്കുക. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം. കണ്ണൂരിൽ മുൻ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചുവെന്ന കേസിൽ തുടരന്വേഷണത്തിന് തീരുമാനം. പ്രതികളായ KSU പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് തുടരന്വേഷണം നടത്താനുള്ള സർക്കാർ തീരുമാനം. SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കും. മുൻ മന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആയുധം കൊണ്ട് ആക്രമിച്ചുവെന്നായിരുന്നു കേസ്. ഈ കേസിലാണ് തുടരന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉത്തരവ് നാളെ ഇറങ്ങും. നിലവിൽ റെയിൽവേ പോലീസ് അന്വേഷിക്കുന്ന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കും കേസ് അന്വേഷിക്കുക. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിനിടെയാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവ വികാസങ്ങളുണ്ടായത്. ഫെബ്രുവരി 25-നാണ് കേസിനാസ്പദമായ സംഭവം. ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചുവെന്നായിരുന്നു മുൻ മന്ത്രിയുടെ ഗൺമാന്റെ പരാതി. എന്നാൽ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ഉന്തും തള്ളും മാത്രമാണുണ്ടായതെന്ന് വീണ ജോർജ് മൊഴി നൽകുകയായിരുന്നു. കേസിൽ KSUക്കാരായ 5 പ്രതികൾക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തിയാണ് 2 ആഴ്ചയിലധികം ജയിലിലടച്ചത്. കേസിൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മന്ത്രി മൊഴി നൽകിയിരുന്നില്ല. സംഭവത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വീണ ജോർജ് ചികിത്സ തേടിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതന്റെ അവധി അപേക്ഷയിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്രയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടായതായി കണ്ടെത്തൽ. മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായാണ് അണ്ടർ സെക്രട്ടറി ഉത്തരവിറക്കിയതെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനാണ് തീരുമാനം. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തദ്ദേശ ആഭ്യന്തര സെക്രട്ടറിമാർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറിയും KAS ഉദ്യോഗസ്ഥയുമായ ഡോക്ടർ ചിത്ര അരുണിമ ഉത്തരവിറക്കിയത്. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ചിത്ര അരുണിമയ്ക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കും. ആഭ്യന്തര വകുപ്പിൽ നിന്നും ഉത്തരവിറക്കിയ അണ്ടർ സെക്രട്ടറി നമിതയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. വിഷയത്തിൽ സർക്കാരിന്റെ വിലയിരുത്തൽ ഇങ്ങനെയാണ്. സുഗുണന്റെ അപേക്ഷ നിരസിക്കാൻ മന്ത്രി ഉത്തരവിട്ടിരുന്നെങ്കിലും അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന കോർപ്പറേഷൻ കൗൺസിലിന് അവധി അപേക്ഷ സമർപ്പിക്കാമെന്നും ഈ അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ കൗൺസിലർ സ്ഥാനത്തിന് ഭീഷണി ഉണ്ടാകില്ലെന്നും കത്തിന്റെ 2ാമത്തെ ഖണ്ഡികയിൽ തദ്ദേശ വകുപ്പ് കൂട്ടിച്ചേർത്തു. ആദ്യം തദ്ദേശ വകുപ്പിലെ അസിസ്റ്റന്റ് ഈ കത്തിൽ വകുപ്പ് നടപടി സ്വീകരിക്കേണ്ടതില്ല എന്ന് കുറിച്ചിരുന്നെങ്കിലും ഉത്തരവുകൾ മറികടന്നുകൊണ്ട് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര അരുണിമ വിവാദമായ ഭാഗം കൂട്ടിച്ചേർക്കുകയായിരുന്നു. തുടർന്ന് ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയും തദ്ദേശ വകുപ്പിന്റെ കുറിപ്പ് അതേപടി പകർത്തി മേയർക്ക് കൈമാറി. ഇതാണ് സർക്കാരിനെയും കോൺഗ്രസിനെയും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJP കൗൺസിലർ സുഗതന്റെ അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി K മുരളീധരൻ. പഴയ സർക്കാരിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തന്റെ വകുപ്പിൽ 1-2 പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ കസേര മാറ്റിയിരുത്തിയെന്നും ഇപ്പോൾ തന്റെ വകുപ്പിൽ പ്രശ്നങ്ങളില്ലെന്നും K മുരളീധരൻ വ്യക്തമാക്കി. മന്ത്രി അറിയാതെ റിപ്പോർട്ട് കൊടുത്തതിനെക്കുറിച്ച് മന്ത്രി തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയ സർക്കാരിൻ്റെ അവശിഷ്ടങ്ങൾ ഇനി ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ അറിഞ്ഞ് നീക്കം ചെയ്യും. ഇഷ്ടത്തിനോട് സഹകരിക്കുന്നവരെ പൂർണ്ണമായി സംരക്ഷിക്കും. എൻ്റെ ഇപ്പം അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരാരും ഇല്ല. ഉള്ള 1-2 പേരെ ഒന്ന് കസാല മാറ്റി ഇരുത്തിയിട്ട് ബാക്കിയൊരു കുഴപ്പമില്ല.
കണ്ണൂർ പനങ്കാവ് മാതാമൃതാനന്ദമയി മഠത്തിൽ ഗുരുപൂർണിമ ആഘോഷിച്ചു. മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി നേതൃത്വം നൽകി. ഒട്ടേറെ ഭക്തർ ഗുരുപൂർണിമ ആഘോഷത്തിൽ പങ്കെടുത്തു. ഗുരുപാദുക പൂജയോടെയാണ് ഗുരുപൂർണിമ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. മാതാമൃതാനന്ദമയി മഠവും അനുബന്ധ സ്ഥാപനങ്ങളും ചേർന്ന് കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നശാമുക്ത് യുവ ലഹരിമുക്ത ഭാരതം ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിമുക്ത പ്രതിജ്ഞ ചൊല്ലി. തുടർന്ന് മഹാധന്വന്തരി ഹോമം, ഗുരുപൂർണിമ സന്ദേശം, ഭജന എന്നിവ ഭക്തർക്ക് ആത്മീയ ഉണർവേകി. മംഗളാരതി, അമൃതപ്രസാദം എന്നിവയോടെ ഭക്തി നിർഭരമായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കണ്ണൂർ. ഇറാനു നേരെ നടത്താനിരുന്ന വ്യോമാക്രമണം റദ്ദാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാന കരാറിൽ ഏകദേശ ധാരണയായെന്നും വിശദീകരണം. ഹോർമുസ് തുറക്കും, ആണവ ഭീഷണി ഒഴിയും ഇറാനുമായി ധാരണയിലെത്തിയതായും ട്രംപ് അറിയിച്ചു. അതേസമയം ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാനുമായുള്ള കരാർ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളിൽ അമേരിക്കയോടൊപ്പം ചേരാൻ ഇസ്രായേൽ സമ്മതിച്ചതായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. ഹോർമുസ് കടലിടുക്ക് ഉടനടി പൂർണ്ണമായും തുറക്കുന്നതും ഇറാന്റെ ആണവ ഭീഷണി അവസാനിപ്പിക്കുന്നതും പുതിയ കരാറിൽ ഉൾപ്പെടുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. ഒരു കരാറിന്റെ അടിസ്ഥാന രൂപരേഖയിൽ ധാരണയായതിനാൽ ആക്രമണങ്ങളിൽ നിന്നും പിന്മാറാൻ ഇറാനും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാന്റെ നിലനിൽപ്പ് എത്രയും വേഗം കരാറിലെത്തുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാനുമായുള്ള കരാർ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളിൽ അമേരിക്കയോടൊപ്പം ചേരാൻ ഇസ്രായേൽ സമ്മതിച്ചതായും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രതികരണമൊന്നും പുറത്തു വന്നിട്ടില്ല. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാനും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇറാന് നേരെ അമേരിക്കയും നടത്തിയ ശക്തമായ ആക്രമണ പ്രത്യാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന പുറത്തുവരുന്നത്. അതേസമയം പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥകളും അവയുണ്ടാക്കുന്ന അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്യുന്നതിനായി സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചു. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനായി നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകത ചർച്ചയിൽ കിരീടാവകാശി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പലസ്തീൻ സായുധ സംഘമായ ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചതിന് ശേഷവും ഗാസയിൽ കനത്ത ആക്രമണം നടത്തി ഇസ്രായേൽ. ഗാസയിൽ ഹമാസിനെ നിരായുധീകരിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കരാറിനെ അംഗീകരിക്കുന്നതായി ഹമാസ് വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കെയ്റോയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലാണ് ഘട്ടം ഘട്ടമായുള്ള നിരായുധീകരണത്തിന് ധാരണയായത്. ബോർഡ് ഓഫ് പീസിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ പുതിയ സർക്കാർ നിലവിൽ വരുന്നതിന് മുന്നോടിയായാണ് ഇതെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. പ്രൊഫസർ MK സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ പുരസ്കാരം ഡോക്ടർ M ലീലാവതിക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സമ്മാനിച്ചു. കളമശ്ശേരിയിലെ വസതിയിലെത്തിയാണ് പിണറായി ലീലാവതി ടീച്ചർക്ക് പുരസ്കാരം കൈമാറിയത്. 1 ലക്ഷം രൂപയും ശില്പവും കീർത്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. CPM കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ്, MK സാനു സാംസ്കാരിക കേന്ദ്ര പ്രസിഡന്റ് NS മാധവൻ, സുനിൽ P ഇളയിടം ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിലിന്റെ അന്താരാഷ്ട്ര സമ്മേളനം ഈ മാസം 21 മുതൽ 24 വരെ അമേരിക്കയിൽ നടക്കും. വൈവിധ്യമാർന്ന സെമിനാറുകൾ, ചർച്ചാ സംഗമങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ജീവകാരുണ്യ പദ്ധതികളുടെ പ്രഖ്യാപനം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടാകും. കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി, ഗ്ലോബൽ സെക്രട്ടറി ക്രിസ്റ്റഫർ വർഗീസ്, ഇന്ത്യ റീജിയണൽ ചെയർമാൻ അഡ്വക്കേറ്റ് KV സാബു, ഇന്ത്യ റീജിയണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MG ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രവാസി സമൂഹത്തിന്റെയും ആഗോള മലയാളി സമൂഹത്തിന്റെയും ഉന്നമനത്തിനും ഐക്യദാർഢ്യത്തിനും ഊന്നൽ നൽകുന്നതാണ് ഇത്തവണത്തെ സമ്മേളനമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിവിധ ഉന്നതികളിൽ താമസിക്കുന്ന 25 നിർധനർക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി വീട് വെച്ച് നൽകുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖ ഡിജിറ്റൽ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയായ മൈജിയുടെ
വൻ ഓണം പ്രൊമോഷൻ ക്യാമ്പയിനായ മൈജി ഓണം മാസ് ഓണം സീസൺ 4 പ്രഖ്യാപിച്ചു. ഉപഭോക്താക്കൾക്കായി 30 കോടി രൂപയുടെ വൻ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളുമാണ് ഇത്തവണ കമ്പനി ഒരുക്കിയിരിക്കുന്നത്. 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് മെഗാ നറുക്കെടുപ്പിലും നറുക്കെടുപ്പില്ലാത്ത സമ്മാന പദ്ധതികളിലും പങ്കാളികളാകാം. ക്യാമ്പയിൻ്റെ 4 ഘട്ടങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് BMW കാർ, 25 മെഴ്സിഡസ് ബെൻസ് കാറുകൾ, 1 ലക്ഷം രൂപ വീതം 25 പേർക്കുള്ള സമ്മാനങ്ങൾ, 100 കപ്പിൾ ക്യാഷ് പ്രൈസ് എന്നിവ ലഭിക്കും. സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ 1 ലക്ഷത്തിലധികം ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ചില തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് 10,000 രൂപ വരെ ഡിസ്കൗണ്ടും 100% വരെ ക്യാഷ് ബാക്ക് ഓഫറുകളും ലഭ്യമാക്കും. ഓണം ഓഫറുകൾ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മൈജി ബ്രാൻഡ് അംബാസഡർമാരായ ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, മൈജി ഇന്ത്യ ചെയർമാൻ AK ഷാജി എന്നിവർ ചേർന്ന് പ്രഖ്യാപിച്ചു. ഏകദേശം 800 പേരോളാണ് ലൊക്കേഷനിൽ ഞാൻ ചെന്ന സമയത്താണ് ഞാൻ ഞെട്ടിയത്. അതെ, ഇത്രയും പേര് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നല്ലൊരു ഏകദേശം ഒരു 3 ദിവസം കൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ രാവിലെ 8 മണിക്ക് വന്നിട്ട് നൈറ്റിൽ 10-10:30 1 മണിക്കേറ്റാ പോയത്. അതെ, ചോദിക്കാൻ വേറെ ഏതൊരു ഷൂട്ടിൽ കൊണ്ട് കുറച്ച് ഒരു ദിവസം തന്നെ ഒത്തിരി നേരത്തെ പോയത്. ബാക്കി എല്ലാ ദിവസവും 3 ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ. കേരളത്തിലെ വെളിയിലേക്കുള്ള ഷോറൂം ഓൾറെഡി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. മംഗലാപുരം ഓപ്പൺ ചെയ്തു. വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കർണാടകയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കർണാടകയിൽ 100 ഷോറൂമിൻ്റെ പ്ലാനാണ്. കേരളം പോലെ തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മളതിൻ്റെ പ്രസൻസ് നമ്മളുണ്ടാവും. ഇപ്പം കേരളത്തിൻ്റെ ബോർഡറായ സ്ഥലങ്ങളിലാണ് ഇപ്പോഴത്തെ ഈ വർഷം നമ്മൾ വരാൻ പോകുന്നത്. അടുത്ത മാസം ഞങ്ങൾക്ക് ഒരു 3 ഷോറൂമുണ്ട് കർണാടകയിൽ മാത്രം. പറഞ്ഞതുപോലെ BMW കാറും ഉണ്ട്. പിന്നെ 45 ദിവസങ്ങൾക്കകം സമ്മാനങ്ങൾ കിട്ടാനുള്ള കാത്തിരിപ്പാണ് നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിന്റെ ഒരു ദൈർഘ്യവും ഏറ്റവും കുറവാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ കാലയളവിൽ സമ്മാനങ്ങൾ ക്ലയൻസിന്റെ കയ്യിൽ എത്തിക്കുക എന്നുള്ള ഒരു ട്രസ്റ്റും മൈജി നിറവേറ്റുന്നുണ്ട്. ഇത്തവണ ഒരു ബമ്പർ പ്രൈസ് BMW കാറുണ്ട്. അപ്പൊ ആ BMW കാർ കിട്ടുന്നത് ചിലപ്പോൾ ഒരു മൊബൈൽ ഫോൺ മേടിച്ച ആൾക്കായിരിക്കാം. അത് ഭയങ്കര രസമുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാവിധ ആശംസകളും മൈജിയിൽ നിന്ന് ഇനി എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ മേടിക്കുന്ന എല്ലാവർക്കും ഏതെങ്കിലും രീതിയിലുള്ള സന്തോഷങ്ങളും ഏതെങ്കിലും രീതിയിലുള്ള സമ്മാനങ്ങളും ഒക്കെ കിട്ടട്ടെ. ഓക്കെ, അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ഓണം വിഷസ്. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. സമാപന ദിവസമായി ഇന്ന് ജൂഡോയിലും ട്രാക്ക് സൈക്ലിംഗിലും ഇന്ത്യക്ക് മത്സരമുണ്ട്. ബോക്സിംഗിൽ 6 സ്വർണവും 3 വെള്ളിയും, അത്ലറ്റിക്സിൽ 3 സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവും, ജൂഡോയിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും, ഭാരോദ്വഹനത്തിൽ 1 സ്വർണവും 7 വെള്ളിയും 1 വെങ്കലവും, പാരാലിഫ്റ്റിംഗിൽ 1 വെങ്കലവുമാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ. 65 സ്വർണവും 41 വെള്ളിയും 52 വെങ്കലവുമായി ഓസ്ട്രേലിയയാണ് 1ാം സ്ഥാനത്ത്. ഇംഗ്ലണ്ടും കാനഡയും 2ഉം 3ഉം സ്ഥാനത്ത് തുടരുന്നു.